ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറൈറ്റി ഫില്ലിംഗ് ഉള്ള വാട്ടിക്കുഴയ്ക്കാതെ തന്നെ നല്ല മയവും രുചിയുമുള്ള നമ്മുടെ നാടൻ പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റ് കൊഴുക്കട്ടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 കപ്പ് വെള്ളം, പച്ചവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. കുത്തരിയും ചാക്കരിയും പച്ചരിയും സമം ചേർത്ത് നന്നായിട്ട് കഴുകി കുതിർത്ത് വാരി വെച്ച് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് വറുത്തെടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കൊഴുക്കട്ടയാണിത്. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാതെ നമ്മളിങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. തുടക്കക്കാർ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് വിശദമായിട്ട് കാണിച്ചു തരുന്നത്. നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. തുടരെ ഇളക്കണം. അപ്പം നന്നായിട്ട് ഇതുപോലെ മുറുകി വരും. നമ്മൾ സാധാരണ പണ്ടൊക്കെ വാട്ടി കുഴയ്ക്കുന്നത് പോലെ തന്നെയുള്ള പാകത്തിൽ നമുക്ക് കിട്ടും. ഇതുപോലെ മാവ് നല്ല മുറുക്കമുള്ള പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്പസമയം കൂടെ നമുക്കൊന്ന് ഈ പാനിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ പാനിൽ നിന്ന് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ടിത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഏത്തപ്പഴമാണ്. ഒരുപാട് പഴുത്ത് പോകണ്ട, എന്നാൽ ഒരുവിധം പഴുത്ത ഏത്തപ്പഴമായിരിക്കണം. ഒരു ഏത്തപ്പഴം മതി. അത് വളരെ തിന്നായിട്ട് നമുക്കൊന്ന് കീറിയിട്ട് കനം കുറച്ച് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കൊടുത്താൽ വളരെ പോഷക ഗുണങ്ങളുള്ള കൊഴുക്കട്ടയാണിത്. നമുക്കിനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് പകരം വെളിച്ചെണ്ണ ചേർക്കാം. നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് വരണ്ട് കിട്ടും. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന കൊഴുക്കട്ടയാണിത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്കൊരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് തേങ്ങാ ചുരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പീരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അവരവരുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർക്കാം. ഏത്തപ്പഴത്തിന് ഒരുവിധം മധുരം ഉള്ളതായതുകൊണ്ട് ഒരുപാട് ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. 2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം. ജീരകത്തിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്ക ചേർക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ചൂടാറുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കൊഴുക്കട്ടയുടെ മാവ് ജസ്റ്റ് ഒന്ന് എടുത്ത് കുഴച്ചെടുത്താൽ മതി. ഒത്തിരി കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ കുഴിയുണ്ടാക്കി അതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ തിന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുക്കണം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി ഒരു 2 സ്പൂൺ ഫില്ലിങ് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡ് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ കവർ ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് ആദ്യമായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. വാട്ടിക്കുഴിക്കാനൊക്കെ പ്രയാസമുള്ളവർക്ക് ഇങ്ങനെ പച്ചവെള്ളത്തിൽ തന്നെ മാവ് കലക്കി നമുക്കിതുപോലെ എടുക്കാം. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇതുപോലെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കനം കുറച്ച് നമ്മളിങ്ങനെ വിരൽ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് പൊട്ടിയൊന്നും പോകത്തില്ല. അത് പാകത്തിന് കുഴച്ചത് കൊണ്ടാണ് അത് പൊട്ടിപ്പോകാതെ തന്നെ കിട്ടുന്നത്. പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിങ്ങനെ ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ 5 കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക്
ഒരു വാഴയില നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ വളരെ നല്ലതാണ്. അതിലേക്ക് നമുക്ക് ഓരോ കൊഴുക്കട്ടയായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാം. വാഴയിലയിൽ ഇങ്ങനെ പാചകം ചെയ്യുന്നത് വളരെ ഹെൽത്തിയാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയതാണ് വാഴയില. അപ്പം നമുക്കിതിനി മൂടി വെച്ചിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മയവും നല്ല രുചിയുമുള്ള കൊഴുക്കട്ടയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.